ഹലോ ഗായ്സ്, വെൽക്കം ടു FC ട്രേഡർ. അപ്പോൾ ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ് ഉണ്ടാക്കിയ ദിവസമാണ്. കൺസൾട്ടേഷൻ തന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സൈഡ് വൈസ് മാർക്കറ്റ് ഇന്ന് 2 ദിവസമായിട്ട് സൈഡ് വൈസ് ആണ്. ഇന്നലെയും ഇന്നും സൈഡ് വൈസ് ആണ്. ഇന്ന് നിഫ്റ്റിയിൽ എക്സ്പീരി ആണ്. അപ്പോൾ എക്സ്പീരിയിൽ സൈഡ് വൈസ് പോയാലും ചെറിയ ചെറിയ ടാർഗറ്റ് വെച്ച് നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റും. അല്ലാതെ കൺസൾട്ടേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൽ ഞാൻ പെട്ടില്ല ഇന്ന്. ഒരു പ്രാവശ്യം പെട്ടു, പക്ഷേ അതിന് വീണ്ടും റിക്കവറായിട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് ഞാൻ നല്ല രീതിയിൽ ഒരു ട്രേഡ് എടുത്തു. നല്ല രീതിയിൽ മേലേക്ക് ബ്രേക്കൗട്ട് കിട്ടിയപ്പോൾ ഞാൻ CPR ബ്രേക്കൗട്ട് ചെയ്തപ്പോൾ ഞാൻ ഇവിടെ നിന്ന് CPR ബ്രേക്കൗട്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും റീടെസ്റ്റ് ചെയ്യാൻ ഇവിടേക്ക് വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു. കറക്റ്റ് താഴെ തന്നെ എടുത്ത് ഇടിപ്പിൽ തന്നെ എടുത്തു മേലോട്ട് പോയി. അതിനുശേഷം വീണ്ടും താഴോട്ട് അടുത്ത ക്യാനിൽ വീണ്ടും താഴോട്ട് വന്നു. അതിനുശേഷം വീണ്ടും മേലോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവം ഇവിടെ എന്തോ റെസ്റ്റ് അവിടെ നിന്ന് കാണുന്നില്ല, അവിടെ നിന്ന് മേലേക്ക് പോകുന്നില്ല, പ്രീമിയം കൂടുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മെല്ലെ ഒന്ന് നൈസായിട്ട് ഒഴിവായി. അതൊരു നല്ല റെസിസ്റ്റൻസ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അവിടെ നിന്ന് നൈസായിട്ട് ഒന്ന് ഒഴിവായി. അതിന് ശേഷം പിന്നെ അതിൽ ഞാൻ രണ്ട് എൻട്രായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഒരു അഡ്ഡമണിയും ഒരു ഇന്തമണിയുമായിട്ട് ഞാൻ എടുക്കുകയാണ് ചെയ്തത്. തൊട്ടുള്ള 2 എൻട്രായിട്ട് എടുത്തു. അതിലൊന്ന് ഞാൻ എക്സിറ്റ് ആയത് വീണ്ടും താഴോട്ട് വന്നതിന് ശേഷം ഒന്ന് എക്സിറ്റ് ആയത്. അത് ഒന്ന് പ്രോഫിറ്റിലേക്ക് മേലെ തന്നെ എക്സിറ്റായി, ഒന്ന് താഴ്ന്ന് എക്സിറ്റ് ആവേണ്ടി വന്നു. കുറച്ച് താഴ്ന്ന് എക്സിറ്റ് ആയി വന്നു. അപ്പോൾ എനിക്ക് പ്രോഫിറ്റ് അതിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം വീണ്ടും ഡൗണിലേക്ക് വന്ന് സൈഡിലേക്ക് ഒരു എൻട്രി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും ബ്രേക്കൗട്ട് ചെയ്തുകൊണ്ട് എടുക്കാൻ എന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എടുത്തില്ല. വീണ്ടും ഇപ്പോൾ പിന്നെയൊരു എൻട്രി സൈഡിലേക്ക് ഞാൻ എടുത്തു. കാരണം എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ അത് ഞാൻ മാർക്ക് ചെയ്തില്ല, മാർക്ക് ചെയ്ത് കാണിച്ചിടാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഞാൻ സപ്പോർട്ട് എടുത്ത് മേലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇവിടെ നിന്നൊരു എൻട്രി എടുത്തു. വീണ്ടും സ്റ്റോപ്പ് ലോസ് ഈ ഒരു റേഞ്ചിൽ ഇപ്പോൾ ഉണ്ടാക്കിയ ലോൺ ആ റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് വെച്ചു. ടാർഗറ്റ് വീണ്ടും ഇന്നത്തെ ഈ റേഞ്ച് വരെ വയ്ക്കുകയാണ് ചെയ്തത്. ഏകദേശം 1:3 ആ റേഷ്യോ വെച്ചിട്ടാണ് ഇന്ന് എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഇന്ന് എൻട്രി അതിന് ശേഷം രണ്ടാമത്തെ എൻട്രിയാണിത്. ആ രണ്ടാമത്തെ എൻട്രി എന്താണെന്ന് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കുറച്ച് അങ്ങനെ കണ്ട് ചെറിയ എൻട്രി എടുത്തപ്പോൾ കുറച്ച് ഡൗണിലായിരുന്നു, കറക്റ്റായിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻട്രി എടുത്ത് അങ്ങനെയൊന്ന് ഡൗണിലേക്ക് 5 മിനിറ്റിൽ തീരുമാനമാക്കി. നല്ല ലോസ് എന്ന് പറയുമ്പോൾ നല്ല ലോസിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 9K അടുത്തോളം എനിക്ക് ഒറ്റയടിക്ക് ലോസ് വരികയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്താണെന്ന് വെച്ചാൽ 5 മിനിറ്റ് തീരുമാനം. ഏകദേശം ഇവിടെ നിന്ന് പിന്നെയും സപ്പോർട്ട് എടുത്ത് പോകുമെന്നുള്ളൊരു കോൺഫിഡൻറ്റിൽ വെയിറ്റ് ചെയ്തു. ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം എങ്ങനെയാണ് ഇറങ്ങി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്ന് മേലോട്ട് വന്നു. വീണ്ടും ഇവിടെ ഈ റേഞ്ചിലേക്ക് മേലോട്ട് വന്നു. അതിനുശേഷം വീണ്ടും ഒറ്റയടിക്ക് ഡൗണിലേക്ക് പിന്നെയും താഴ്ന്നു. അപ്പോൾ അതിലാണ് എനിക്ക് 9K ലോസ് വന്നത്. അപ്പോൾ ഞാൻ ഏകദേശം അതിൽ 15 to 16K ഏകദേശം 16K എൻ്റെ അടുത്തോളം ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒറ്റയടിക്ക് അതും ഞാൻ അറ്റ് മണിയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഔട്ട് ഓഫ് ദ മണി ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായത്. ഏകദേശം 40 രൂപൻ്റെ സാധനം മോർണിംഗ് ആയതുകൊണ്ട് 40 രൂപ സംതിങ് ഉണ്ടായിരുന്നു. അത് നേരെ 20 സംതിങ് രൂപയിലേക്ക് മാറി. ഏകദേശം 9K ലോസ്, 9K സംതിങ് ലോസിൽ വന്ന് ഇവിടെ നിന്നാണ് എക്സിറ്റ് ആയത്. ഞാൻ അത്യാവശ്യം ഇവിടെ നിന്ന് എക്സിറ്റ് ആണെങ്കിൽ ഏകദേശം 5 to 6K നമുക്ക് ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് 2 പ്രാവശ്യം കളിച്ച് ഇവിടെ നിന്ന് പിന്നീട് ഡൗണിലേക്ക് വന്ന് ഇങ്ങനെയൊക്കെ പോയി. ഞാൻ അവിടെ നിന്ന് ഈ ഒരു ക്യാൻഡിലൂടെ കണ്ടപ്പോൾ എനിക്ക് ഒന്നുകൂടെ കയറുന്നു തോന്നി. അത് കയറി അറ്റ്ലീസ്റ്റ് ഈ ഒരു റേഞ്ച് വരെ വന്നു. ഏകദേശം ഒരു 1K അടുത്ത് ലോസിൻ്റെ അടുത്ത് വന്നു. അതിനുശേഷം വീണ്ടും ഒറ്റ ഡൗണിലേക്ക് വന്നു. നല്ല രീതിയിൽ ലോസായി. അതിനുശേഷം ഞാൻ വെയിറ്റ് ചെയ്തു. ഓക്കെ, കുഴപ്പമില്ല, എന്തായാലും നമുക്ക് മൊത്തത്തിൽ ലോസാണ്. ഏകദേശം 9K അടുത്ത് ടോട്ടലി ലോസായിട്ട് ഉണ്ടാവുകയാണ് ചെയ്തത്. അതിനുശേഷം വീണ്ടും ഒരു നല്ലൊരു എൻട്രി എനിക്ക് തോന്നുന്നു. കുറച്ച് ഞാൻ നല്ലൊരു എൻട്രി എന്നല്ല, ഏകദേശം ചെറിയൊരു എൻട്രി കൂടെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്ന ടൈമിൽ എന്താണെന്നുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ CPR ഈ റേഞ്ച് വരെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ CPR വരെ ഞാൻ ടാർഗറ്റും വെച്ചു. പിന്നെ ഉണ്ടാക്കിയൊരു ഈ ഒരു ഇന്നത്തെ ഏറ്റവും ലോയിൽ ഞാൻ സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് ഈ ഒരു റേഞ്ച് മേലേക്ക് ബ്രേക്കൗട്ട് കിട്ടിയപ്പോൾ ഞാൻ എൻട്രി എടുക്കുകയാണ് ചെയ്തത്. ബ്രേക്കൗട്ട് കിട്ടി. അതിന് ശേഷം വീണ്ടും ഈ ഒരു ക്യാൻഡിൽ വീണ്ടും ഈ റേഞ്ചിൽ താഴോട്ട് വന്നു. ഈ ഒരു താഴോട്ട് വന്നപ്പോൾ ഞാൻ കറക്റ്റ് ഈ ഒരു റേഞ്ചിൽ ഒരു എൻട്രി എടുത്തു. ഈ ഒരു ക്യാൻഡിൽ അത് കുറച്ച് മേലേക്ക് പോകുന്ന പോലെ വന്നു. അതിനുശേഷം പിന്നെയും ലോസിലേക്ക് വരുന്ന പോലെ വന്നു. അതിനുശേഷം ഒറ്റ ക്യാൻഡിൽ കയറി അതിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കുകയാണ് ചെയ്തത്. നല്ല രീതിയിൽ ഏകദേശം ഇവിടേക്ക് എത്തുമ്പോഴേക്കും 20 ലോട്ട്സാണ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 17 റുപ്പീസിൽ ഞാൻ വാങ്ങിച്ചു. അതായത് ഔട്ട് ഓഫ് ദ മണി തന്നെയാണ്. അത് ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുമ്പോൾ 21,200 റുപ്പീസിൻ്റെ സ്ട്രൈക്ക് പ്രൈസാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 17 ഈ റേഞ്ചിൽ ഇവിടെ നിന്ന് ഞാൻ 17 വാങ്ങിച്ച സാധനം ഏകദേശം ഇവിടെ എത്തുമ്പോൾ 15 ആയി. അതിനുശേഷം മേലെ ഒറ്റയടിക്ക് വന്നപ്പോൾ 25 റുപ്പീസിൻ്റെ അടുത്തോളമായി. അതിനുശേഷം അവിടെ നിന്ന് പിന്നെയും നിന്നില്ല, ഒറ്റയടിക്ക് കയറി ഏകദേശം 46-47 റുപ്പീസിൻ്റെ അടുത്തോളം ഇവിടേക്ക് വരുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏകദേശം എനിക്ക് മനസ്സിലായതിപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വന്നാണ്. ഞാൻ പ്രതീക്ഷിച്ചത് ഇവിടെ തന്നെയാണ്. ഈ റേഞ്ചിൽ ചിലപ്പോൾ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് അൺഎക്സ്പെക്റ്റഡ് പെട്ടെന്ന് വന്നപ്പോൾ ഞാനത് ഏകദേശം 44 റുപ്പീസിലെല്ലാം
എക്സിറ്റായി. അപ്പോൾ തന്നെ എക്സിറ്റ് വന്ന ടൈമിൽ തന്നെ എക്സിറ്റായി. ഞാൻ വിചാരിച്ച ടൈമിലെല്ലാം പെട്ടെന്നാണ് ഒറ്റയടിക്കാണ് വന്നത്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് എനിക്ക് ഏകദേശം ഞാൻ റിക്കവർ ഏകദേശം ചെറിയ ലോസ് തന്നെ ആയിരുന്നു ഇവിടെ ഉണ്ടാകുമ്പോഴും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ലോസൊന്ന് എനിക്ക് ചെറിയ ലോസിലേക്ക് മാറി. ഏകദേശം 1K അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് റിക്കവർ ആവുകയും ചെയ്തു. ഏകദേശം ഇവിടെ എത്തുമ്പോഴേക്കും എൻ്റെ 10K 13K എനിക്ക് പ്രോഫിറ്റിലേക്ക് വരികയും ചെയ്തു. അതുപോലൊരു ട്രേഡ് ആയി മാറി. കാരണം വെച്ചാൽ 200% ഒറ്റയടിക്ക് റിട്ടേൺ എടുക്കാൻ പറ്റി. അതായത് 17 റുപ്പീസ് വാങ്ങിച്ചത് 45 റുപ്പീസിൽ ഞാൻ സെല്ല് ചെയ്യുകയാണ് ചെയ്തത്. ഏകദേശം 200% റിട്ടേൺ എടുത്തു, അത് ഇറങ്ങി. അതിനുശേഷം ഞാൻ മാർക്കറ്റ് പിന്നെ നോക്കിയില്ല. അതിനുശേഷം മാർക്കറ്റ് ഞാൻ ഇറങ്ങുകയാണ് ചെയ്തത്. മാർക്കറ്റിൽ നിന്ന് അതിന് ട്രേഡ് ഒരിക്കൽ നോക്കുന്നില്ല. നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രേഡ് എടുക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാർക്കറ്റിനെ ഇറങ്ങി പിന്നെ വേറെ കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ അതുപോലെയാണ് ഇന്നത്തെ ട്രേഡ് ഉണ്ടായിരുന്നത്. നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്തു, വേണ്ടതിലും കൂടുതൽ എടുത്തിട്ടുണ്ട്. ലോസിൽ നിന്നുണ്ടായ സാധനം റിക്കവർ ആവുകയും ചെയ്തു, പ്ലസ് 100% റിട്ടേൺ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 200% റിട്ടേൺ പ്ലസ് വേറെ മോർണിംഗത്തെ ഒരു 3K അടുത്ത് പ്രോഫിറ്റ് ഉള്ളത് അതും. അപ്പോൾ അങ്ങനെയുള്ള ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നു. സൈഡ് വൈസ് മാർക്കറ്റിലും നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്തു ഇറങ്ങി. അപ്പോൾ മാർക്കറ്റിൽ നോക്കി ആ എൻട്രി എടുത്ത ടൈമിൽ നോക്കിയിരുന്നുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി. അവിടെ നിന്ന് ഇനിയും ചിലപ്പോൾ പോകുമെന്ന് പറഞ്ഞിട്ടിരുന്നാണെങ്കിൽ മൊത്തത്തിൽ ഈ പ്രോഫിറ്റ് മൊത്തം പോയി. ഏകദേശം പിന്നെയും റിക്കവർ ആയ ഒരു റേഞ്ചിൽ തന്നെ എനിക്ക് എക്സിറ്റ് ആവേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാകും. എന്തായാലും നല്ല രീതിയിൽ എനിക്ക് എൻട്രിയും കിട്ടി, എക്സിറ്റും കിട്ടിയതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ നിന്ന് പ്രോഫിറ്റാണ്. അപ്പോൾ എന്തായാലും ഇന്നലെ ഫിൻനിഫ്റ്റി എക്സ്പീരിയൻസ് നല്ല രീതിയിൽ എനിക്ക് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നാളെ നമുക്ക് മാർക്കറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് എൻട്രി എടുക്കാം, എക്സിറ്റ് എടുക്കാം. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഞാൻ ഒരു എൻട്രിയൊക്കെയാണ് ഡെയിലി എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ 3 എൻട്രിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാനത് ഒരു എൻട്രിയിലേക്ക് മാറുന്നതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ 2-3 എൻട്രി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇനി എല്ലാം ഞാൻ ഒറ്റ എൻട്രിയിലേക്ക് മാറാനുള്ള സ്കോപ്പ് നോക്കുന്നുണ്ട്. ഒറ്റ എൻട്രിയിലേക്ക് മാറാൻ വേണ്ടി നോക്കുന്നുണ്ട്. മാക്സിമം ഒരു എൻട്രിയിൽ ഒതുക്കാനുള്ള സെറ്റപ്പ് ഞാൻ നോക്കും. നല്ലൊരു ഒറ്റ എൻട്രി എടുക്കുക, ഇറങ്ങാമെന്നുള്ള സെറ്റപ്പ് മാത്രം നോക്കിയിട്ട് മാക്സിമം ഇനി ട്രേഡ് എടുക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി നാളെ കാണാം. താങ്ക് യു.